തൃക്കരിപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷൻ തൃക്കരിപ്പൂർ നടക്കാവിൽ നടന്നു. പടിയൊരുക്കം എന്ന പേരിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. മതേതര കേരളവും മതസൗഹാർദ്ദവും നിലനിൽക്കാൻ മതേതര മുന്നണിയായ UDF അധികാരത്തിലെത്തണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. തൃക്കരിപ്പൂർ നടക്കാവിൽ UDF സ്ഥാനാർത്ഥിയുടെ മണ്ഡലതല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പടിയൊരുക്കം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷക്കാലമായിട്ടാണ് കേരളത്തിൽ പ്രതിപക്ഷം. പക്ഷേ നിങ്ങൾ പ്രതിപക്ഷത്തിലായിട്ട് 35 കഴിഞ്ഞു, 30 കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും യാതനകളും വേദനകളും നിങ്ങൾ കഴിഞ്ഞ 30 വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു അവസാനം വേണ്ടേ? അതിന് അന്ത്യം കുറിക്കണ്ടേ? അതിന് അന്ത്യം കുറിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ, UDF-നെ സ്നേഹിക്കുന്നവർ, കേരളത്തെ സ്നേഹിക്കുന്നവർ, കമ്മ്യൂണിസം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരടക്കം ഒരു 3-ാം ഊഴം പിണറായി വിജയൻ കൊടുക്കരുത് എന്ന അദമ്യമായ ആഗ്രഹം വെച്ച് പുലർത്തുന്നവരാണ്. BJP ഉയർത്തുന്ന മുദ്രാവാക്യം എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കുക, കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ കെട്ടിപ്പടുക്കുക. കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരും ആ മുദ്രാവാക്യം ഏറ്റു പറഞ്ഞേനെ. പക്ഷെ ഭാഗ്യവശാൽ അവർ കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും ഇല്ലാത്തതുകൊണ്ട് കോൺഗ്രസിനോട് അന്ധമായ വിരോധം വെച്ച് പുലർത്തുന്നു. ചടങ്ങിൽ UDF മണ്ഡലം ചെയർമാൻ AGC ബഷീർ അധ്യക്ഷനായി. കൺവീനർ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. UDF കാസർഗോഡ് ജില്ലാ കൺവീനർ A ഗോവിന്ദൻ നായർ, DCC പ്രസിഡന്റ് PK ഫൈസൽ, KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TCA റഹ്മാൻ, മണ്ഡലം പ്രസിഡന്റ് PKC റൌഫ് ഹാജി, ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.